ഞാൻ വേണമെങ്കിൽ പച്ചയ്ക്ക് പറയാം. ആദ്യത്തെ ഡ്രസ്സ് ഇപ്പോഴല്ല, കുറച്ച് നാൾ 1 വർഷം മുന്നൊക്കെ ഇല്ലേ ഇങ്ങനെ വയറിങ്ങനെ ഇവളിങ്ങനെ കയറ്റി വെച്ച് നടക്കും. അപ്പൊ ഞാൻ താത്ത് ഇത് കാണുന്നു താത്ത്, അപ്പൊ ഇവള് വീണ്ടും ഒന്നും കൂടെ കയറ്റി വെച്ച് നടക്കും. എടാ പൊട്ട, അത് കാണിക്കാൻ വേണ്ടിട്ട് തന്നെയല്ല അവൾ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണത്. അതുപോലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു മണഗുണാഞ്ചനായി പോയല്ലോ. ഹൈഷ് സംഭവിച്ചില്ലേ ഇങ്ങനെയായിരുന്നു. അപ്പൊ അവൾക്ക് അതിന് ഇഷ്ടം, പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഒരു കാര്യമില്ല. ഓക്കെ അതാണ് ഇഷ്ടമെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. കൂടുതൽ കൂടുതൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മോട്ടിവേഷൻ കൊടുക്കണം. നാളെ അവള് മറ്റെന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞാൽ നീ പോയിട്ട് അതിന് കാവല് നിൽക്കണം. അതാണ് വേണ്ടത്. ഞാനിങ്ങനെ കാണിക്കും, ഇങ്ങനെ വെച്ച് നടക്കുമ്പോ ഞാൻ ഇങ്ങനെ താത്തിച്ച് ആൾക്കാരുണ്ട് താത്തിച്ച്, പക്ഷെ അവളപ്പം നടന്നിട്ടുണ്ടായിരുന്നു ഇല്ലേ. ഒരുപാട് ആളുകൾ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇതുവളുടെ ഭർത്താവാണെന്നാ. സത്യം പറഞ്ഞാൽ ഭർത്താവല്ലാത്രേ, ഇതുവളുടെ ബ്രദറാണ്, കസിൻ ബ്രദർ. എങ്ങനെയുണ്ട് ബ്രദർ? അടിപൊളി ബ്രദർ. ഇതൊന്നും അല്ല ഇതിന്റെ രസം. ഇവളുടെ വീഡിയോക്ക് താഴെ വരുന്ന ഒരുപാട് കമന്റുകളുണ്ട്. ഉളുപ്പുണ്ടടാ നാറി നിനക്ക് ഭാര്യയെ നാട്ടുകാർക്ക് വേണ്ടി കണി ഒരുക്കി വെക്കാൻ, ഉളുപ്പുണ്ടടാ നാറി നിനക്ക് അവളെ കൂട്ടിക്കൊടുക്കാൻ. ഒരുപാട് കമന്റുകൾ അങ്ങനെ വരാറുണ്ട്. ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇവക്ക് 6 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇവളുടെ വീഡിയോ പലതവണ കാണുന്ന ആളുകൾ തന്നെയാണ് ഈ കമന്റ് ഇടുന്നത്. എന്നിട്ട് ഇത് 2, 3, 4 തവണ കണ്ടിട്ട് അവരെന്നെ കമന്റിൽ വന്നിട്ട് നല്ല കുട്ടികളാവും ചെയ്യും. വല്ലാത്ത ജാതിയിലെ. ഒറ്റ കാര്യം ഓർത്തോളി, താങ്ങാൻ ആളുണ്ടെങ്കിലേ തളർച്ച ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഈ വീഡിയോ ഒക്കെ കാണാൻ ആളുള്ളത് കൊണ്ട് തന്നെയാണ് അവളൊക്കെ ഇടുന്നത്. ഒരു കുട്ടി അത് കാണാൻ ആളില്ലെങ്കിൽ അവളൊന്നും ഇത്ര വളരൂലായിരുന്നു. അതുകൊണ്ട് കാണാൻ ആഗ്രഹമുള്ളവർ കാണട്ടെ, കാണിക്കാൻ ആഗ്രഹമുള്ളവർ കാണിക്കട്ടെ. പിന്നെ സ്ത്രീ എന്ത് ധരിക്കണം, ആരെ കാണിക്കണം എന്നുള്ളത് സ്ത്രീയുടെ മാത്രം സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞു വരുന്ന പുരോഗമന ചിന്താഗതിക്കാരായ മഹിളകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. 16 17 വയസ്സായിട്ടുള്ള നിങ്ങളുടെ ചെറിയ പെൺകുട്ടികൾ നാളെ നാട്ടുകാരെ കാണിച്ച് നടക്കുമ്പോഴോ അവൾ ആരെങ്കിലൊക്കെ വിളിച്ച് എവിടെയെങ്കിലൊക്കെ പോകുമ്പോഴോ അപ്പോഴും ഇത് തന്നെ പറയണം. അത്രേ ഉള്ളൂ. സംഗതി അങ്ങനെയൊക്കെ ആണെങ്കിലും അവളുടെ ആ ബ്രദറില്ലേ കൂടെയല്ലേ മുതലാണ്. പെങ്ങളുടെ വിജയത്തിന് വേണ്ടി ഇത്രയും കഷ്ടപ്പെടുന്ന ഒരു ബ്രദറെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. വല്ലാത്ത ജാതി തന്നെ.